എന്താ മോളെ പ്രശ്നം? എന്താ മോളെ പ്രശ്നം? അത് എന്താ പ്രശ്നം? എന്താ പ്രശ്നം? അത് എന്താ പ്രശ്നം? അത് എന്താ പ്രശ്നം ഇവിടെ? ഇയാളുണ്ടല്ലോ എന്റെ ഭാര്യ ഭാര്യനെ ഞാനൊന്നും ചെയ്തിട്ടില്ല ചേട്ടാ, ഒന്നും ചെയ്തിട്ടില്ല. നീ എന്താ തോന്നിയ ചേട്ടാ ചെയ്തത്? നിന്നെ പോലുള്ളവരെ വെറുതെ വിടാൻ പറ്റില്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചു നോക്ക്. അയാൾ എന്നെ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഇപ്പൊ ഞാൻ എന്റെ കണ്ണോണ്ട് കണ്ടതടി. നീ എന്തിനാ അവനെ രക്ഷിക്കാൻ നോക്കണ? നിങ്ങൾ കഥ പറഞ്ഞിരിക്കാണ്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ പറയാം. കൃഷ്ണേട്ടാ, പീഡനായിരിക്കുമോ നടന്നുണ്ടാവാ? നിങ്ങൾ എന്തൊക്കെ പറഞ്ഞുണ്ടാക്കണേ? ചേച്ചി വിഷമിക്കണ്ട. ഇവന്മാരെ പോലെയുള്ള പുരുഷന്മാരോടാണ് നമ്മുടെ യുദ്ധം. ചേച്ചി പിടിപ്പിച്ച് ഇവനുണ്ടല്ല വെറുതെ വിടാൻ പാടില്ല. അയ്യോ, പീഡനോ? നിങ്ങൾ എന്തൊക്കെ ഈ പറയാനേ? നടന്നിട്ടില്ലെന്നേ. ഇവിടെ ഞാനെത്തിയില്ലേ? നടന്നിട്ടുണ്ടാവും, പറയാണ്ട. ഞാനൊന്ന് പറയണത് നിങ്ങളൊന്ന് കേക്ക്. ഞാൻ ആ റോട്ടിൽ കൂടി വരായിരുന്നു. അവിടുന്ന് ഓടി വന്നിട്ടാണ് നീ പീഡിപ്പിച്ചേ? എന്താണ് തള്ള എപ്പോഴും അത് തന്നെ പറയണേ? മോനെ, ഇവള് കൂട്ടണിട്ടാ. ചേച്ചി ഒന്നും മിണ്ടാതിരുന്നേ. ബാക്കി നീ പറ. നീ പറയ്, കാര്യങ്ങൾ പറയ്. പറയാൻ മാത്രം ഒന്നുമില്ല ചേട്ടാ. ഞാൻ അതിലൂടെ വരുമ്പോ ഇവരിവിടെ കുഴഞ്ഞു വീഴണമെന്ന് കണ്ടു. നോണ പറയരുത്. ഞാൻ മതി പതലല്ല കണ്ടത്. താൻ ഇടയിലെ കയറല്ലേ? താനൊന്ന് പോടോ. അയാൾ പറഞ്ഞതാ ശരി. എനിക്ക് പെട്ടെന്ന് ശ്വാസം മുട്ടൽ വന്നു, ഞാൻ തല കറങ്ങി വീണു. ഇപ്പൊ മനസ്സിലായ? എന്നിട്ടാണ് എല്ലാവരും കൂടി എന്നെ, ഞാനേ പഠിപ്പുള്ള ആളാണ്, ഇവർക്ക് ഞാനേ ശ്വാസം കൊടുക്കാൻ ശ്രമിച്ചതാ. എന്നിട്ടാണ് ഇയാൾ എന്നെ. ആ ശ്വാസം ഈ ചുണ്ടും കൂടി വച്ചിട്ടുള്ള. നീ എത്ര നേരം കൊടുത്തു? ചുണ്ടു പൊട്ടിട്ടൊന്നുമില്ലല്ലോ. നീ ഇതിനേക്കാൾ നല്ലത് നിനക്ക് ചത്താമ തരുന്നില്ലേ? ഇവിടെ വന്നേ, ഒരു കാര്യം പറയണ്ടേ? ഇതേ വെറുതെ വിടാ. ഏയ്, ഇത് കഥ വേറെയാ. നീ എന്ത് ഈ പറയുന്നേ? ഞാൻ സത്യം പറഞ്ഞത്. ഇനി നാട്ടുകാരൊക്കെ എന്താ പറഞ്ഞിട്ടുണ്ടാക്കാന്നറിയോ? വൃത്തികെട്ട ജന്തു. നിങ്ങൾ എന്താ പറയണേ? എനിക്ക് ഒന്നും മനസ്സിലാവണില്ല. അയാൾ എന്നെ ഒരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചതല്ലേ? അയാളുടെ ചുണ്ട് നിന്നെ കാണുമ്പോ എനിക്ക് അറപ്പാ തോന്നണേ. ഞാൻ പറഞ്ഞിട്ടാണോ അയാൾ വന്നത്? അവിടെ കിടന്ന് ചത്താ മതിയായിരുന്നു. ഇതിനേക്കാൾ നല്ലതാ തന്നെയാ. ഇനി ഞാൻ പറയണ പോലെ പറഞ്ഞാ മതി. നിന്നെ അയാൾ ഉപദ്രവിക്കാമോ? ശരീരത്തിൽ തൊട്ടിട്ടൊന്നുമില്ല. അപ്പോഴേക്കും ഞാൻ വന്ന് പിടിച്ചു. അത് പറഞ്ഞാ മതി. അയാൾ ഒരു പാവല്ലേ? അയാൾ എന്നെ രക്ഷിക്കാൻ വന്നതല്ലേ? അയാൾ നിന്നെ രക്ഷിക്കാൻ വന്നല്ലേ? നിന്റെ ചുണ്ടത്തും ഉപയോഗിച്ചു, അവിടെ പിടിച്ചു ഇവിടെ പിടിച്ചു എന്ന് പറയുന്നതിനേക്കാൾ വലിയ അപമാനം വേറെ ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ പറയണത് മാത്രം നീ പറഞ്ഞാൽ മതി. എനിക്കതാ മനസ്സിലാവാത്തത്. അവളെന്തിനാ ഇയാളെ രക്ഷിക്കാൻ നോക്കണത്? എനിക്ക് തോന്നണതേ ഇതിലെന്തോ ഒരു കളി നടക്കുന്നുണ്ട്. സത്യം പറ, നിങ്ങൾ എത്ര നാളായി ഈ ബന്ധം തുടങ്ങിയിട്ട്? രാത്രിയിലും വന്നുകൊണ്ടാവും. ഒറ്റ കയറിയിട്ടുണ്ടെങ്കിൽ അവൻ സത്യം പറയും. നിങ്ങൾ എന്തീ പറയണേ? ഞാൻ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ നോക്കിയതല്ലേ? അയാളൊരു പാവ മനുഷ്യൻ. നീ ഇതുവരെ എത്ര പെണ്ണുങ്ങളെ പീഡിപ്പിക്കുന്നുണ്ട്? അവളുടെ അടുത്താണ് നേരുന്നുണ്ടെങ്കിൽ അവള് സത്യം പറയും. അപ്പൊ നീ പെട്ടു. അപ്പൊ നിന്നെ പോലീസുകാർ ഒന്ന് കൊണ്ടു. നല്ല രസമായിരിക്കും, പത്രത്തിലൊക്കെ ഫോട്ടോവും വരും. നിന്നെ കൊണ്ടുവന്ന സമയത്ത് ചാനലുകാരൊക്കെ വരില്ലേ? അത് ശരിയാണല്ലോ, ഞാനത് മറന്നു. അവളെ പേടിച്ചിട്ടാ ഇപ്പൊ സത്യം പറഞ്ഞു. എന്താ ഉണ്ടായപ്പോ? നീ ധൈര്യമായിട്ട് പറഞ്ഞോ, ഇവനെ നമുക്ക് പോലീസ് ഏൽപ്പിക്കാം. അവന്റെ അഭിനയം കണ്ടില്ലേ? ഒന്നും കൂടെ തന്നാലുണ്ടല്ല. ഞാൻ പോലീസുകാരെ വിളിച്ചിട്ട് അവരിപ്പോ ഇങ്ങെത്തും.
എന്നാ പറയേ. നിങ്ങളൊക്കെ പറഞ്ഞ പോലെ തന്നെയാ, അയാൾ എന്നെ ഉപദ്രവിക്കുകയായിരുന്നു. പക്ഷെ എൻ്റെ മേല് തൊട്ടിട്ടില്ല. അവൻ തൊട്ടിട്ടൊന്നുമില്ല അല്ലേ? ഉണ്ടെങ്കിലേ മരണം വരെ നാണം കിട്ട് ജീവിക്കേണ്ടി വന്നേനെ. ഇല്ല, അവൻ എന്നെ തൊട്ടിട്ടില്ല. അവൻ എന്നെ തൊട്ടിട്ടില്ല. നിക്ക്, ഇയാൾ പറഞ്ഞതാണ് ശരി. നിങ്ങളുടെയൊക്കെ മനസ്സുകൾക്ക് അസുഖം ബാധിച്ചിരിക്കുന്നത്. അയാൾ എന്നെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാ തൊട്ടത്. നിങ്ങൾക്ക് അതൊന്നും പ്രശ്നമല്ല. ഒരു പെണ്ണിനെ ഒരാണ് തൊട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലൊക്കെ കാമം വരും. നാളെ പെണ്ണുങ്ങൾ പെറുമ്പോ ലേബർ റൂമില് ആൺ ഡോക്ടറെ കൂട്ടി പറയും നിങ്ങൾ. അയാളെ എനിക്ക് ശ്വാസം തന്നു, നോക്കടോ എന്റെ എന്തെങ്കിലും അഞ്ഞു പോയിണ്ടോന്ന്. കൃഷ്ണേട്ടാ, നാളത്തെ പണിയുടെ കാര്യമൊക്കെ എന്താ? എനിക്ക് റേഷൻ പണിക്കൊന്നും കട പോകാൻ വഴിയൊന്ന് പോകണം. മൂടിയില്ലടാ. ചേച്ചി ഞാനുണ്ട്. എനിക്ക് ഈ പ്രാവശ്യത്തെ മണ്ണെണ്ണ കിട്ടിയിട്ടില്ല. ഞാൻ ഇനി എൻ്റെ ജീവിതത്തിൽ ഒരാളെ സഹായിക്കില്ല, പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ.